Welcome back to our channel kavislifestylelab. ഇന്നത്തെ നമ്മുടെ ഗ്രേ ഹെയർ ചലഞ്ചിന്റെ 10th ഡേ ആണ്. ഇന്നലെ നമ്മൾ 9th ഡേ പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. പാക്ക് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും നൈറ്റ് ചെറുതായിട്ട് ഒരു ഓയിൽ വെച്ചിട്ട് മസാജ് ചെയ്യാൻ. പലരും ചോദിച്ചു ഓയിൽ ഇട്ട് മസാജ് ചെയ്തിട്ട് തല വാഷ് ചെയ്യണമെന്ന്. വാഷ് ചെയ്യേണ്ട, നമ്മൾ ഓയിൽ ഒരുപാടല്ല തേക്കുന്നത്. നമ്മൾ ഗീ എങ്ങനെയാണോ മസാജ് ചെയ്ത് അതുപോലെ ജസ്റ്റ് ഒന്ന് തൊട്ടിട്ട് തല ഫുള്ളായിട്ട് മസാജ് ചെയ്യുന്നേ ഉള്ളൂ. ഒരുപാട് മസാജ് ഒന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് തലയൊന്നും വാഷ് ചെയ്യേണ്ട. അതിനുശേഷം ഇന്നും നമ്മൾ ഓയിൽ വെച്ചിട്ടാണ് മസാജ് ചെയ്യുന്നത്. തല ഓയിൽ എന്ന് പറയാൻ പറ്റത്തില്ല, ഓയിൽ പാക്ക്, വളരെ ഗുണമുള്ളൊരു പാക്കാണിത്. ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചെറിയ കുട്ടികൾക്ക് പോലും, കുഞ്ഞു കുട്ടികൾക്ക് പോലും എപ്പോഴെങ്കിലും ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന, മുടി നല്ല എന്താ പറയുന്നത്, ഒരു നല്ല കളർ കൊടുക്കുന്ന ഒരു പാക്കാണിത്. മുടി വളർച്ചയ്ക്കും സഹായിക്കും. മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കും ഒക്കെ ഈ ഒരു പാക്ക് വളരെയധികം സഹായിക്കുന്ന ഒരു പാക്കാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവരോടുമായിട്ട് പറയുകയാണ്, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ വീണ്ടും പറഞ്ഞ് ഒരുപാട് പേർക്ക് വീഡിയോ ലാഗ് ആകുന്നു, കാര്യത്തിലേക്ക് കടന്നുകൂടെ എന്നൊക്കെ ചോദിക്കുന്നത് കൊണ്ട് എനിക്ക് വീണ്ടും പറയാനൊരു ബുദ്ധിമുട്ടാണ്. എങ്കിലും പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. അപ്പോൾ എല്ലാവരും ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കി വായിച്ച് മനസ്സിലാക്കുക. ഫസ്റ്റ് ഡേ തൊട്ടുള്ള ലിങ്കും ഞാൻ അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓരോ ലിങ്കായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടവർ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. സംശയങ്ങൾ നിങ്ങൾ അതിനകത്ത് ക്വസ്റ്റ്യൻസ് അയച്ചിരുന്നാൽ മതി. എനിക്ക് സമയം കിട്ടുന്നത് പോലെ ഞാൻ നിങ്ങൾക്ക് സംശയങ്ങൾക്ക് മറുപടി തരുന്നതുമാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരും. അതിനുശേഷം ഞാൻ അതിന്റെ ഉപയോഗത്തെക്കുറിച്ച്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് പറയാം. ഇതിന് നമുക്ക് ഇത് സാധനങ്ങൾ ആവശ്യമുള്ളത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെല്ലിക്ക, ഒരു 2 പച്ച നെല്ലിക്ക ഞാനിങ്ങനെ തിരുവി എടുത്തതാണ്. ചെറുതായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യാൻ പച്ച നെല്ലിക്ക അല്ല ഉള്ളതെങ്കിൽ, നമുക്ക് നെല്ലിക്കയുടെ പൊടിയാണെങ്കിൽ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഞാൻ ഈ പറയുന്നത് പോലെ ചൂടാക്കണ്ട. അത് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന്. പച്ച നെല്ലിക്ക ഉള്ളവർ ചെയ്യേണ്ടത് ആദ്യം പറയാം. പച്ച നെല്ലിക്ക ഉള്ളവർ ഇതുപോലെ തുരുവി എടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാമേ. ഇതുപോലെ ഒരു ഇരുമ്പ് കടായി എടുക്കാം. ഇരുമ്പ് കടായി എടുത്തിട്ട് ഇതിനകത്ത് ഒരു 3 സ്പൂൺ എണ്ണ, നമ്മുടെ വെളിച്ചെണ്ണയും ഒലിവ് ഓയിൽ, ബദാം ഓയിൽ, ഇതിൽ ഏത് എണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഒരു 3 ടീസ്പൂൺ മതി കേട്ടോ, ഒരുപാട് എണ്ണയൊന്നും വേണ്ട. 3 ടീസ്പൂൺ എണ്ണ എടുക്കുക. എണ്ണയിൽ ഈ നെല്ലിക്ക നമ്മൾ പൊടിച്ചു വെച്ചിട്ടില്ലേ, ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട്, പച്ച നെല്ലിക്കയാണ് ഇതിന് പൊടിയിനെക്കാട്ടിയും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് പച്ച നെല്ലിക്കയാണ്. പക്ഷെ ഇല്ലാത്തവർ പച്ച നെല്ലിക്ക അല്ല, നമ്മുടെ പൊടി ആയാലും കുഴപ്പമില്ല. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ ഇങ്ങനെ വെച്ചേക്കാം. ഇതിൽ തന്നെ ഇരിക്കട്ടെ, ഒരു അരമണിക്കൂർ ഇതുപോലെ നെല്ലിക്ക വെച്ച്. ഇതിന് ശേഷം നമ്മളിത് ചൂടാക്കി ഈ നെല്ലിക്ക വേവിച്ചെടുക്കണം. ആദ്യം നമ്മൾ ഇതുപോലെ അരമണിക്കൂർ വെച്ചിട്ടെ, അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ വേവിക്കുന്നത് കാണിക്കാം. ഇതേ നെല്ലിക്കയുടെ പൊടിയുള്ളവരാണെങ്കിൽ എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നെല്ലിക്കയുടെ പൊടി ഇട്ടിട്ട് അപ്പോഴ് തന്നെ തീ ഓഫ് ചെയ്യാം, എന്നിട്ട് അടച്ചു വെച്ചേക്കാം. ഓക്കെ, അങ്ങനെയാണ് നെല്ലിക്കയുടെ പൊടി ഉപയോഗിക്കുന്നവർ. ഒരു വലിയ ഇതുപോലെ 1 സ്പൂണിനുള്ള പൊടി മതി, ഒരുപാട് പൊടി വേണ്ട. പൊടി ഇട്ടിട്ട് എണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ പൊടി ഇട്ടതിന് ശേഷം നല്ലപോലെ അടച്ചു വയ്ക്കുക. ഓക്കെ, ഇനിയിപ്പം ചൂടാക്കിയിട്ട് കാണിക്കാം. ഇപ്പം ഒരു അരമണിക്കൂർ കഴിഞ്ഞ്, അരമണിക്കൂർ നെല്ലിക്ക ഞാൻ എണ്ണയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ അടുപ്പിലോട്ട് ചൂട് ചെയ്യാനായിട്ട് വെച്ചു. ഇത് നല്ല പോലെ നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ കർപ്പൂരവല്ലി അല്ലെങ്കിൽ പനികൂർക്കയുടെ എണ്ണ ഉണ്ടാക്കിയപ്പോൾ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ അത്രയും ഇതാക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ചൂടാക്കുക മീൻസ് അതിന് ബബിൾസ്, കുമിളകൾ വരുമല്ലോ, കുമിളകൾ വന്ന് ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് ഒന്ന് ചൂടാക്കട്ടെ. ചൂടാകുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ എണ്ണയൊക്കെ ചൂടാക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ചൂടാക്കാനായിട്ട്. ഓക്കെ, എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു അരമണിക്കൂർ ഇരിക്കുമ്പോൾ ഇതിൻ്റെ സത്തൊക്കെ ഇതിനകത്തുനിന്ന് ഇറങ്ങിയിട്ട് നമുക്കിത് ലാസ്റ്റ് ഇത് അരിച്ചാണ് എടുക്കുന്നത്. അതുകൊണ്ട് എണ്ണ കുറച്ചേ ഉള്ളെന്ന് വിചാരിക്കേണ്ട, ഒരു വലിയ ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കേണ്ടത്. നമുക്ക് അരിച്ചെടുക്കാനുള്ളതല്ലേ, അപ്പോൾ അരിക്കുമ്പോൾ നല്ലപോലെ എണ്ണ കിട്ടും. എണ്ണ നമ്മൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം പിന്നെ അടുത്ത പണിയുണ്ട്, അതെന്താണെന്ന് പറയാം. ഇതുപോലെ നല്ല രീതിയിൽ ചൂടാക്കിയെടുക്കാം. ഒന്ന് ചൂടാകട്ടെ കേട്ടോ. കണ്ടോ, ഇപ്പം നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങി. ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് ഒരു 3 മിനിറ്റായി കേട്ടോ, 3 മിനിറ്റായി. അപ്പം നമ്മൾ ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക. ഇനി അതിൻ്റെ മേളിൽ ബബിൾ പോലെ ഫോം ആകും. നമ്മൾ സാധാരണ എണ്ണ ഉണ്ടാക്കുമ്പോൾ ബബിൾ മാതിരി വരില്ലേ, അതുപോലെ കുറച്ചൊന്ന് നെല്ലിക്കയുടെ കളറ് ഒന്ന് മാറാൻ തുടങ്ങും. നമ്മൾ ആ പനിക്കൂർക്കയുടെ ഇല ഇട്ട മാതിരി അത്രയും കറുപ്പാകണ്ട, പക്ഷേ ആ നെല്ലിക്ക ഒന്ന് വാടാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ജസ്റ്റ് ആ ബ്രൗൺ കളർ വേണ്ട,
ഒന്ന് ആ പച്ച കളർ ഒന്ന് മാറാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഒരു 2 മിനിറ്റ് കൂടെ ഇരിക്കട്ടെ. 2 മിനിറ്റ് കൂടെ ഇരുന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പം കണ്ടോ, ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് ഒരു 5 മിനിറ്റ് ആയി ഞാൻ വെച്ചിട്ട്. ഇപ്പോൾ അതിൻ്റെ ചെറുതായിട്ട് ദേ ഇവിടെ കണ്ടോ, ചെറുതായിട്ട് ആ കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത് പല പേർക്കും ആ ഒരു പരുവം അറിയാൻ പറ്റില്ല. വീണ്ടും വീണ്ടും ചോദിക്കും എന്താണ് പരുവം എന്നുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുന്നത്. ദേ ഇപ്പോൾ കണ്ടോ, ഒരു ചെറുതായിട്ട് ആ ഒരു നെല്ലിക്കയുടെ പച്ച കളർ പോയിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് സ്റ്റാർട്ട് ആയാൻ തുടങ്ങിയില്ലേ. ഈ സമയത്ത് ഇത്രയും കളറായാൽ മതി, ഇതിനെക്കാട്ടി ഒരുപാട് കളർ ആവണ്ട. കണ്ടോ, നല്ല പോലെ തിളച്ച് സൈഡിലൊക്കെ നല്ല രീതിയിൽ ബബിൾസ് വന്ന് ആ ഒരു പച്ച കളർ ലൈറ്റ് ബ്രൗൺ ആകാൻ തുടങ്ങുന്ന ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ തന്നെ ഒരു 10 മിനിറ്റ് കൂടെ 10-15 മിനിറ്റ് കൂടെ അങ്ങനെ തന്നെ അടച്ചു വെച്ചേക്കുക. അതിനുശേഷം നമ്മൾ ഈ എണ്ണ അരിച്ചെടുക്കണം. ഞാൻ അരിച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം അടുത്ത സ്റ്റെപ്പ്. ഇപ്പോൾ ഞാൻ ആ നെല്ലിക്ക എണ്ണയിൽ നിന്ന് നല്ലപോലെ തിരിച്ച്, അതായത് അരിച്ച് തണുത്തതിന് ശേഷം അരിച്ച് എടുത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നല്ല രീതിയിൽ അരിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതിന് വന്ന് വേറൊരു കളറാണ്, നല്ല ഒരു കണ്ടോ ഒരു നെല്ലിക്കയുടെ ഇതെന്ന് പറയുന്നത് നമുക്ക് കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ, ഇതുപോലെ എണ്ണ ഉണ്ടാക്കി കാച്ചി തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുടി കറക്കും. കൊച്ചു കുട്ടികളൊക്കെ ഇല്ലേ, പഞ്ഞി പോലെ മുടിയുള്ള പിള്ളേരൊക്കെ ഇല്ലേ, ഒരുപാട് തിക്നെസ് ഒന്നും ഇല്ലാത്ത ആ പിള്ളേർക്കൊക്കെ ഈ ഒരു എണ്ണയെന്ന് പറയുന്നത് നല്ല കറുപ്പ് കിട്ടും. ആ ചെമ്പൻ കളറൊക്കെ മാറി നല്ല കറുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും ഈ ഒരു എണ്ണ. ഇതിപ്പം നെല്ലിക്കയുടെ എണ്ണയും ഉണ്ട്, നെല്ലിക്കയുടെ ജ്യൂസും ഉണ്ട് അല്ലേ, രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഇതുപോലെ ഒരു 3 സ്പൂണാണ് എടുത്തത്. പക്ഷേ നല്ല പോലെ ഇത്രയും അളവിന് എണ്ണയുണ്ട്. ഇതുപോലെ ഈ ഒരു ഹെവി ഓയിലിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇത്രയും ഓയിലും എടുക്കും. അതിൻ്റെ കൂടെ ഇതുപോലെ ഒരു വലിയ ടേബിൾ സ്പൂൺ ഉലുവ പൊടിച്ചത്, വലിയ ടേബിൾ സ്പൂണാണ് ഇത്, ടീസ്പൂണാണ്, അതുകൊണ്ട് ഇത് ഫുള്ളായിട്ട് ഒരു വലിയ ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ ഇത് മൊത്തം വരും. ഞാൻ വലിയ ടേബിൾ സ്പൂൺ അളന്നെടുത്ത് വെച്ചിരുന്നതാണ്. എന്നിട്ട് ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം തലയിൽ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കാം. നല്ല പോലെ തലയൊട്ടിയിലും തലമുടിയിലും തുമ്പ് വരെ നല്ല ഹെവി ഓയിലിങ്, അതായത് കുനിച്ചിട്ടിട്ട് മുടി നല്ല പോലെ കുനിച്ചിട്ട് തലയുടെ മുകളിൽ തൊട്ട് താഴെ വരെ തേച്ച് പിടിപ്പിക്കണം. ഓക്കെ, നല്ല രീതിയിൽ ഒരു മണിക്കൂറെങ്കിലും തലയിൽ ഇത് തേച്ച് വെച്ചേക്കണം. നീരിറക്കം ഉള്ളവർ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ 2 ഗ്രാമ്പും കൂടെ ഇതിൻ്റെ കൂടെ പൊടിച്ചിടാം. ഓക്കെ, അല്ല ഒരുപാട് നേരം 1 മണിക്കൂറൊന്നും വെക്കേണ്ട, ഒരു 20 നിമിഷമൊക്കെ വെച്ചിട്ട് കഴുകിയാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ എണ്ണ. ഇനി ഇത് എങ്ങനെയാണ് ഷാമ്പൂ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. അപ്പോൾ ഉണ്ടാക്കുന്നത് ഇതുപോലെ കറക്റ്റായിട്ട് ഉണ്ടാക്കുക. ഇത് ഫുള്ള് നമ്മുടെ തലയിൽ ഇന്ന് തന്നെ തേക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി അപ്ലൈ ചെയ്ത് കഴുകുന്ന രീതിയൊക്കെ പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓയിൽ എന്ന് പറയുന്നത്. നിങ്ങൾ ആദ്യം നമ്മൾ നെല്ലിക്ക എണ്ണയിലിട്ട് നമ്മളൊരു 1/2 മണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ വെച്ചിരുന്നല്ലോ, അതേപോലെ തന്നെ നമ്മളത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് ഈ ഉലുവയായിട്ടൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്തും മിക്സ് ചെയ്തതിന് ശേഷവും നമ്മൾ 1 മണിക്കൂർ വെച്ചേക്കണം വെളിയിൽ വെച്ച്. നല്ല അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എണ്ണ നമ്മൾ അരിച്ചെടുത്തതിന് ശേഷം ചൂട് മാറിയതിന് ശേഷമാണ് നമ്മൾ ഉലുവ ഇതിൽ മിക്സ് ചെയ്യുന്നത്. ചൂടോടെ കൊണ്ടുപോയി ആരും മിക്സ് ചെയ്യരുത്. ചൂട് മാറിയതിന് ശേഷം നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1 മണിക്കൂർ അതേപോലെ വെച്ചേക്കുക. 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ തലയോട്ടിയിലും തലമുടിയുടെ തുമ്പ് വരെ നല്ല രീതിയിൽ ഏതെങ്കിലും വാഷ്റൂമിൽ പോയിട്ട് നല്ലതുപോലെ നിവർത്തിയും നല്ലതുപോലെ കുനിച്ചിട്ടും മുടിയുടെ തുമ്പ് വരെ അപ്ലൈ കൊടുക്കുക. എണ്ണ നല്ല രീതിയിൽ അപ്ലൈ കൊടുക്കുക. ഇപ്പം ഞാൻ എൻ്റെ തലയിൽ ഇന്നലെ നൈറ്റ് ഓൾറെഡി എണ്ണ വെച്ചു. പിന്നെ നമ്മൾ ഇന്നലെ ഷാമ്പൂ ഒന്നും ഞാൻ ഇട്ടില്ല. ആ പാക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, സൂപ്പർ പാക്ക് അല്ലായിരുന്നു നമ്മുടെ ഇന്നലത്തെ പാക്ക്. അതുകൊണ്ടാണ് എൻ്റെ മുടി കുറച്ച് എണ്ണമയമായിട്ടിരിക്കുന്നത്. നിങ്ങൾ അതൊന്നും പേടിക്കേണ്ട, നല്ല കറുപ്പ് കൊടുക്കും മുടിക്ക്. അതുകൊണ്ട് നിങ്ങൾ നല്ല പോലെ തേച്ച് ഇട്ടതിന് ശേഷം ഒരു 1 മണിക്കൂറെങ്കിലും മിനിമം ഇടാൻ ശ്രമിക്കുക. നീരിറക്കമുള്ളവർ മാത്രം നിങ്ങളുടെ ഫിസിക്കൽ കണ്ടീഷൻ അനുസരിച്ച് അതിൻ്റെ സമയം കുറയ്ക്കുള്ളൂ കേട്ടോ. അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മളിത് ഹെവി ഓയിലിംഗ് ആണ്, നല്ല രീതിയിൽ ഭയങ്കരമായിട്ട് നല്ല ഓയിലാണ്, കാരണം അത്രയും ഓയിൽ അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല പോലെ വാഷ് ചെയ്ത് കളയാനും ശ്രമിക്കണം. നമ്മൾ ഇന്ന് വാഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കടലമാവിനകത്ത് തൈരോ അല്ലെങ്കിൽ പാലോ, നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത്, തൈരാണെങ്കിലും കുഴപ്പമില്ല, പാലാണെങ്കിലും കുഴപ്പമില്ല, ഇത് ആവശ്യത്തിന് കടലമാവ് എടുക്കുക. നമുക്ക് തലമുടി കഴുകാനുള്ള ആവശ്യമുള്ള കടലമാവ് നമുക്കറിയാലോ, അത്രയും കടലമാവ് എടുക്കുക. അതിൽ തൈര് അല്ലെങ്കിൽ പാല് മിക്സ് ചെയ്ത് തല നല്ലതുപോലെ തേച്ച് വൃത്തിയായിട്ട് കഴുകുക. എണ്ണയുടെ അംശമില്ലാതെ നല്ല രീതിയിൽ കഴുകി ഉണക്കുക. കഴുകി ഉണക്കിയതിന് ശേഷം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങളോട് തേയില വെള്ളം നമ്മളൊരു ബോട്ടിൽ, സ്പ്രേ ബോട്ടിലാക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ മുടി നല്ല ഉണങ്ങിയതിന് ശേഷം, മുടി നല്ല നമ്മൾ എണ്ണയൊക്കെ തേച്ച് ഷാമ്പൂ ഒക്കെ തേച്ച്, ഷാമ്പൂ അല്ല നമ്മൾ ഈ കടലമാവൊക്കെ തേച്ച് മുടി നല്ലപോലെ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം തേയില വെള്ളം നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മുടെ തലയുടെ റൂട്ടിലാണ് പ്രത്യേകിച്ചും സ്പ്രേ ചെയ്യേണ്ടത്.
നല്ലപോലെ കറുപ്പ് കളർ കൊടുക്കാനായിട്ട് സഹായിക്കും. ഞാൻ പറയുന്ന സ്റ്റെപ്പുകൾ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാലേ പ്രയോജനമുള്ളൂ. കൂടുതൽ പേരുടെ സംശയങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നില്ല. ഞാൻ ഇത്രയും ലാഗായിട്ട് വീഡിയോ ഇടുന്നതിനകത്ത് എനിക്ക് പ്രോഫിറ്റ് ഒന്നുമില്ല. കാരണം ഞാൻ അത്രയും MB എനിക്കും കൂടുതലാണ് ആവുന്നത്. അപ്ലോഡ് ചെയ്യാനുള്ള സമയം എല്ലാം കൂടുതലാണ് എനിക്ക് ആവുന്നത്. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാകണമെന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും ഞാൻ പറയുന്നത്. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ട് മനസ്സിലാക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ടും മനസ്സിലാക്കാത്ത കാര്യങ്ങൾ ഡൗട്ടായിട്ട് ചോദിക്കുക കേട്ടോ. അപ്പം ഇതാണ് ഇന്നത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. കറക്റ്റായിട്ട് പ്രൊസീജിയർ ചെയ്യുക. അതിനുശേഷം നൈറ്റ് കിടക്കാൻ നേരത്ത് നമ്മൾ ഓയിൽ വെച്ചിട്ട് തന്നെ തിരിച്ച് വീണ്ടും മസാജ് ചെയ്യണം. നമ്മൾ ആദ്യം ഉണ്ടാക്കിയ പനിക്കൂർക്കയുടെ ഓയിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ഓയിൽ എടുക്കുന്നത് വളരെ ചെറുതായിട്ടാണ്. പക്ഷെ മസാജ് ചെയ്യുന്നത് നിവർത്തിയിട്ടും മസാജ് ചെയ്യുക, കുനിച്ചിട്ടും മസാജ് ചെയ്യുക. ഒരു 5 മിനിറ്റ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. നല്ലപോലെ ഒരു തടി കോമ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഉരുണ്ട പല്ലുള്ള കോമ്പ് വെച്ചിട്ടോ നല്ലപോലെ നിവർത്തിയും കുനിച്ചും നല്ലപോലെ ചീകി കൊടുത്തതിന് ശേഷം വേണം വാരി ഇവിടെ കെട്ടിവെച്ച് കൊടുക്കാനായിട്ട്. ചീകുമ്പോൾ നമുക്ക് രക്തയോട്ടം വർദ്ധിക്കുകയും അതുപോലെ മുടി വളർച്ചയ്ക്കും സഹായിക്കും. മുടിക്ക് നല്ല ഒരു ബ്ലഡ് സർക്കുലേഷനും മുടിയുടെ സ്കാൽപ്പ് നല്ല ക്ലീനായും ഒക്കെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മുടിയിൽ മെലനിൻ്റെ അളവ് കൂടുകയോ മുടി നല്ല കറുപ്പായിട്ടിരിക്കുകയോ ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ ഇൻടേക്കും മറക്കരുത്. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെല്ലാ കാര്യങ്ങളും ചെയ്ത് കറക്റ്റായിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ 10th ഡേ പാക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ കാണുന്ന ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇതിന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എല്ലാം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നാളത്തെ നമ്മുടെ പാക്ക് നാളെ ഞാൻ വീഡിയോ ഇടുന്നതാണ്. 11ാമത്തെ ഡേയിലെ പാക്ക് 10ാമത്തെ ഡേയിലെ പാക്കാണ് ഇന്ന് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കി വായിച്ച് മനസ്സിലാക്കി ചെയ്യുക. നമ്മുടെ മുടിയാണ്, നമുക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ മുടി കറക്കുമോ എന്നൊക്കെ, ചെയ്താൽ മുടി കറക്കുമോ, ഇത് ചെയ്ത് റിസൾട്ട് കിട്ടിയവർ ആരെങ്കിലും ഉണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ഡൗട്ട്സ് ഒക്കെ കമൻറ്റ്സ് ബോക്സിൽ ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം ചെയ്താലല്ലേ നമുക്ക് റിസൾട്ട് കിട്ടും. ഓരോരുത്തരുടെയും സ്കിന്ന് ഓരോ ടൈപ്പിലാണെന്ന് പറയുന്നത് പോലെ തന്നെ ഓരോരുത്തരുടെ മുടിയും ഓരോ ടൈപ്പിലാണ്. ചില പേർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ഞാൻ സത്യം പറയാലോ, എനിക്ക് ഈ ഒരു ബൗലിന്റെ സൈഡിൽ 2 വെള്ള മുടി പോലെ വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു, ഞാനിപ്പോൾ എത്ര നാളായി, 10 നാളല്ലേ ആയുള്ളൂ. എനിക്ക് ആ കറുത്ത വെള്ള മുടി എവിടെയെന്ന് പോലും കാണുന്നില്ല. അപ്പോൾ എല്ലാവർക്കും റിസൾട്ട് കിട്ടും ഉറപ്പായിട്ടും. ഞാൻ ഇൻടേക്ക് വളരെ ശ്രദ്ധിക്കും. കറക്റ്റായിട്ട് ഇൻടേക്ക് എടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് നിങ്ങളും അത് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം നമുക്ക് നാളത്തെ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.